MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു അത്ലറ്റിക്കോ ബിൽബാവിൽ കളിക്കുന്ന നിക്കോ വില്യംസിനെ ബാഴ്സലോണ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. എന്നാൽ പെട്ടെന്നായിരുന്നു താരം അത്ലറ്റിക്കോ ബിൽബാവിൽ 10 വർഷത്തെ കരാർ പുതുക്കിയത്. നിക്കോ വില്യംസ് ബാഴ്സയിലേക്ക് വരാത്തതിൻ്റെ കാരണങ്ങൾ ബാഴ്സയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം. ഡെക്കോ പറയുന്നത് ഇങ്ങനെയാണ്: ക്ലബിൻ്റെ വ്യവസ്ഥകൾ ഞങ്ങളാണ് നിശ്ചയിക്കുന്നത്. തുടർന്ന് ചർച്ചകൾ എഴുത്തുപ്രകാരമായി വേണം. അവർ ഏർപ്പെടുത്തിയിരുന്ന വ്യവസ്ഥകൾ ഞങ്ങൾ അംഗീകരിച്ചില്ലെന്ന് ഞങ്ങൾ വ്യക്തമായി അറിയിച്ചു. കാരണം ഒരു കളിക്കാരനും ഞങ്ങളുടെ വ്യവസ്ഥകൾ നിർദ്ദേശിക്കാനാവില്ല. ഇതായിരുന്നു ഡെക്കോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും നിക്കോ വില്യംസിനെ പിന്തുടർന്നിട്ടില്ല. പല തവണയും ഞങ്ങളെ സമീപിച്ചത് അവൻ്റെ ഏജൻ്റായിരുന്നു. ഞങ്ങൾ അവനെ തേടിയെത്തിയതല്ല, അവരായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നത്. ഇതായിരുന്നു ഡെക്കോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അത്ലറ്റിക്കോ ക്ലബ്ബ് അവൻ്റെ ഏജൻറ്റിനോട് ചോദിക്കട്ടെ, അവൻ ഞങ്ങളെ അന്വേഷിച്ചിരുന്ന പ്രൊഫൈലും ശരിയായിരുന്നില്ല എന്നായിരുന്നു ഡെക്കോ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇത്രയും മാത്രമുള്ളൂ. അതായത് ബാഴ്സ ഡയറക്ടർ ഡെക്കോ വ്യക്തമാക്കി പറയുന്നുണ്ട്, അത്ലറ്റിക്കോ ക്ലബ്ബ് ഒരിക്കലും മാതൃകയിലെന്നും നിക്കോ വില്യംസിനെ തേടിയത് ബാഴ്സയല്ല എന്നും മറിച്ച് നിക്കോ വില്യംസിൻ്റെ ഏജൻ്റാണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റ് ചില നിബന്ധനകൾ വെച്ചിരുന്നു. അതിനെ എതിർത്തുകൊണ്ടാണ് ബാഴ്സ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.